ഒരൊറ്റ പേപ്പർ കൊണ്ട് 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഐഡിയ കാണിച്ചു തരാം. ഞാൻ അത്യാവശ്യം കട്ടുള്ളൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. A4 അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കത്തെ പേജ് ആയാലും മതി. എന്നിട്ട് ആ പേപ്പർ വീഡിയോയിൽ കാണുന്ന പോലെ 2 പ്രാവശ്യം മടക്കിയിട്ട് അതൊന്ന് നീർത്തിയിട്ട് പിന്നെ വെർട്ടിക്കലായിട്ട് ഒന്നും കൂടി മടക്കി കൊടുക്കുക. എന്നിട്ട് ആ മടക്കി വെച്ച പേപ്പറിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ഹാഫ് ഹാർട്ടും പിന്നെ ഒരു ഹാഫ് റെക്റ്റാങ്കിൾ ഷേപ്പ് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. വരച്ചെടുത്ത ഷേപ്പിൻ്റെ ഏകദേശം സെൻറ്ററിലായിട്ട് കുറച്ച് ഭാഗം സ്പേസ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പേപ്പർ ഫുള്ളായിട്ട് നിർത്തിയിട്ട് ആദ്യം കാണിച്ച പോലെ മടക്കി കൊടുക്കുക. അപ്പം നമുക്ക് ഈ കാർഡ് തുറക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ കിട്ടും. ഇതെങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ? അതിന് പുറമെ ആ പേപ്പർ ഒന്നും കൂടി നിർത്തിയാൽ നമ്മൾ കൊടുക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മെസ്സേജ് ചെയ്താലൊരു സ്പേസും അവിടെ ഉണ്ടാകും. സത്യം പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ഹാർട്ട് ഒന്ന് തലകുത്തനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ക്ലിയർ ആക്കുമല്ലോ അല്ലേ? കുറച്ചധികം വെള്ളത്തിൽ കുറച്ച് റെഡ് കളർ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രണ്ട് പേജിൽ അടിച്ചു കൊടുക്കുന്നത്. തീരെ വെള്ളം മിക്സ് ചെയ്യാത്ത കളറാണ് ഈ ഹാർട്ടിനും അടിച്ചു കൊടുക്കുന്നത്. കളറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടും പേജ് ആകെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ പുതിയൊരു ഐഡിയ പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി. ബ്രഷ് എടുത്തിട്ട് സ്പ്രേ ചെയ്യണ പരിപാടിയില്ലേ, അതന്നെ. എനിക്ക് ഇതിൻ്റെ കാര്യത്തിൽ അത്രക്കും കോൺഫിഡൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു വേസ്റ്റ് പേപ്പറിലാണ് ഇത് പരീക്ഷിച്ച് നോക്കിയത് കേട്ടോ. അത് സക്സസ് ആയപ്പോൾ നമ്മുടെ മെയിൻ പേപ്പറിലും ഞാനിത് ചെയ്തിട്ടുണ്ട്. സംഭവം കൊള്ളാല്ലേ? വില്യൂ ബി മൈ വാലന്റൈൻ എഴുതാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വില്യൂ എന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സ്പേസ് കഴിഞ്ഞുകൊണ്ട് ഞാൻ വില്യൂ മാരി മീ നിലയും ഒതുക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വക കുറച്ച് അലങ്കോല പണികളും കൂടി കഴിച്ചിട്ട് ഞാനിത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടി എന്താ എഴുതാന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ എഴുതിക്കോളിന്ന്. എനിക്ക് എന്തായാലും ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ മതി. ഇഷ്ടമായോ എന്ന് കമൻറ്റിൽ പറയുമല്ലോ അല്ലേ?